ദിവ്യ, ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് തീവ്ര വലതുപക്ഷ സഖ്യമായ നാഷണൽ റാലി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഫ്രാൻസിൻ്റെ ഭരണം പിടിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ പറയാൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് തീവ്ര വലതുപക്ഷ സഖ്യമായിരുന്നു. അതോടൊപ്പം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തന്നെ കാരണമായ യൂറോപ്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിലും തീവ്ര വലതുപക്ഷ സഖ്യത്തിന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകളുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇമ്മാനുവൽ മാക്രോൺ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ, അതിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഈ നാഷണൽ റാലി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടാണ്. രണ്ടാം സ്ഥാനത്ത് ഇമ്മാനുവൽ മാക്രോണിൻ്റെ സെൻട്രിസ്റ്റ് ഇടതുപക്ഷ സഖ്യവും നിൽക്കുന്നു. അപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷ സഖ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ സഖ്യവും അതേപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണിൻ്റെ സഖ്യവും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയതുകൊണ്ടാണ് ഇത്തരമൊരു റിസൾട്ടിലേക്ക് വരുന്നത്. ഏതായിരുന്നാലും ഈ തീവ്ര വലതുപക്ഷ സഖ്യം ഫ്രാൻസിൽ അധികാരത്തിലേറുന്നത് യൂറോപ്പ് ആകെ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കടുത്ത കുടിയേറ്റ വിരുദ്ധതയായിരുന്നു ഇവരുടെ ഒരു മുഖമുദ്ര. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ റാലികളും ഉണ്ടായിരുന്നത്. ഹിജാബ് നിരോധിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നുള്ള ഒരു പാർട്ടിയായിരുന്നു. അതേപോലെ തന്നെ മുഴുവൻ കുടിയേറ്റക്കാരെയും ആട്ടിപ്പായിക്കണം എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു. മുസോളിനിയുടെ പാർട്ടിക്ക് ആരാധകരുണ്ടായിരുന്ന ഒരു സംഘമായിരുന്നു. ആ അർത്ഥത്തിലെല്ലാം കടുത്ത തീവ്ര ആശയങ്ങളുള്ള നാഷണൽ റാലി മൂന്നാം സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോവുകയാണ്. അതോടൊപ്പം ഒന്നാം സ്ഥാനത്ത് എത്തിയ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഗസ അടക്കമുള്ള വിഷയങ്ങളിൽ ഫലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സയനിസത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പാർട്ടിയാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ട്. ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വേണം എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ്. അത്തരമൊരു പാർട്ടി ഫ്രാൻസിൻ്റെ മുൻപന്തിയിൽ എത്തുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകമുള്ള കാര്യമാണ്. പക്ഷേ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അവർക്ക് മറ്റു കക്ഷികളുടെ കൂടി പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഫ്രാൻസിൻ്റെ അധികാരത്തിലേറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിലവിലെ ഒരു എക്സിറ്റ് പോൾ അനുസരിച്ച് ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലെയല്ല ഫ്രാൻസിലേത് അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേതും എന്ന് നമുക്കറിയാം. കൃത്യമായി തന്നെ അത് തന്നെ സംഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ യഥാർത്ഥ ഫലം വരുന്ന ഘട്ടത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. കാരണം EU പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി തന്നെ അവിടെ സംഭവിച്ചിരുന്നു. അതാണ് സുഹേലി, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ ഫ്രാൻസിലെങ്ങും വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ഫലം വരുമ്പോൾ സ്ഥിതി ഒന്നുകൂടി ഗുരുതരമാകില്ലേ? ഫലം ഒട്ടും ഈ തീവ്ര വലതുപക്ഷ സംഘങ്ങൾ വിചാരിച്ചതായിരുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. കാരണം അവർ അധികാരത്തിലേറും, അവരുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകും എന്നെല്ലാം വിചാരിച്ച ഒരു ഘട്ടത്തിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് തീവ്ര വലതുപക്ഷ പാർട്ടി പിന്തള്ളപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലയിടങ്ങളിലും അവർ പോലീസുമായി ഏറ്റുമുട്ടുന്നത്, പൊതുമുതൽ നശിപ്പിക്കുന്നത്. മറുഭാഗത്ത് ഇടതുപക്ഷ സംഘടനകളും ആഘോഷവുമായി രംഗത്ത് വരുന്നുണ്ട്. ഈ രണ്ട് സംഘങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലും പലയിടങ്ങളിലും നടക്കുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെ ഫ്രാൻസ് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഈ ഒരു പ്രക്ഷോഭങ്ങളുടെ മാത്രം കാര്യത്തിലല്ല, ഫ്രാൻസിൽ ഒളിമ്പിക്സ് നടക്കാനിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു പൂർണ്ണമായ ഒരു മന്ത്രിസഭ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഇമ്മാനുവൽ മാക്രോൺ പ്രസിഡന്റ് പദത്തിൽ കൃത്യമായി തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ നടന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പല്ല. ഇമ്മാനുവൽ മാക്രോണിന് ഇനിയും ഭരിക്കാൻ കാലമുണ്ട്. ഒരു നാഷണൽ അസംബ്ലിയിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണ് മാറുന്നത്. നിലവിലെ പ്രധാനമന്ത്രി രാജിവെക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇമ്മാനുവൽ മാക്രോണിൻ്റെ സഖ്യവും തീവ്ര ഇടതുപക്ഷവും തമ്മിൽ ഒരു സഖ്യത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും അറിയാനുള്ള ഏറ്റവും കൗതുകകരമായ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ് ചിത്രം.
യെസ്, ഫ്രാൻസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം പ്രവചിക്കുന്നത്. തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി സഖ്യം 3-ാം സ്ഥാനത്താകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ ഫ്രാൻസിലെങ്ങും തീവ്രവാദ സംഘങ്ങൾ സംഘർഷമുണ്ടാക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് BK സുഹൈൽ നൽകിയത്.